ഹായ് ഗായ്സ്, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നൊരു ആലോവേറ ജെൽ മേക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടുന്നതിനേക്കാളും പ്യുവറായിട്ട് അടിപൊളിയായിട്ട് അതേ ഫോമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലും ഇനി നിങ്ങൾക്ക് ആലോവേറ ജെല്ല് മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആലോവേറ ജെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആലോവേറയുടെ പൾപ്പാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ച്, എന്നും പറയുന്ന പോലെ തന്നെ ഒരു 8-9 തവണ കഴുകി വെച്ച് വന്നതിന് ശേഷം അത് നമ്മൾ മിക്സി ബൗളിനകത്ത് അടിച്ച് ജ്യൂസാക്കി നമ്മൾ തിളപ്പിച്ച് കൊണ്ടുവരാൻ കേട്ടോ. തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമുക്കൊരു 100 ഗ്രാം ജ്യൂസാണ് വേണ്ടത്. ഈ മുകളിൽ കാണുന്ന വീഡിയോ ക്ലിപ്പ് നമ്മൾ സെയിൽ ചെയ്യുന്ന ആലോവേറ ജെൽ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്കൊരു 100 ഗ്രാം ജ്യൂസാണ് വേണ്ടത്. അത് നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ഈ ഒരു ജെല്ലായി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആലോവേറയുടെ ജ്യൂസ് ജെല്ലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് സാന്തംഗം ചേർക്കണം. അപ്പോൾ സാന്തംഗമിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാന്തംഗം ഡയറക്റ്റ് ആയിട്ടാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ പറയുന്നത് ഓയിലിനകത്തോ അല്ലെങ്കിൽ ഗ്ലിസറിനകത്തോ ഒക്കെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് പറയാറ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഈ ഒരു സാന്തംഗം ഉപയോഗിക്കാനാണ് കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നമുക്കിതൊന്ന് സെറ്റായി കിട്ടുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം നമുക്കൊരു 1 അല്ലെങ്കിൽ 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആലോവേറയുടെ തിക്നെസ് കൂടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒന്നും ചേർക്കാതെ പ്യുവറായിട്ടുള്ള 100% പ്യുവറായിട്ടുള്ള ആലോവേറയുടെ ജ്യൂസാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പ്യുവർ ജ്യൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആലോവേറ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പ്യുവർ ജ്യൂസാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതിനകത്തേക്ക് നമ്മൾ 100 ഗ്രാം 100 ഗ്രാമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളത് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കണം. ഏകദേശം ഒരു 2-3-4 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കണം. നോർമലി നമ്മൾ ഗ്ലിസറിലാണെങ്കിലും ഓയിലാണെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്തുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂറെങ്കിലും നമുക്ക് ടൈം കൊടുത്തെങ്കിൽ അത് നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നല്ല രീതിക്ക് ടൈം കൊടുത്ത ശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കി കാണാം. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തു, എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒരു ആലോവേറ ജ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കളറിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ചെറിയൊരു യെല്ലോയിഷ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രീനിഷ് കളറാണ് ആ ഒരു ജ്യൂസിനകത്ത് കാണുന്നത്. കാരണം അത് 100% പ്യുവർ ആയിട്ടുള്ള ആലോവേറ ജ്യൂസാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ആലോവേറ ജ്യൂസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്തിയാലും നമുക്ക് ഇത് തന്നെ ആയിരിക്കും കളർ കേട്ടോ. പക്ഷെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആലോവേറ ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതിനകത്ത് ഫുൾ വാട്ടർ ആയിരിക്കും കേട്ടോ. 70% അല്ലെങ്കിൽ 80% വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു 10% അല്ലെങ്കിൽ 30% ആ രീതിക്കൊക്കെ ആയിരിക്കും അവർ ആലോവേറ ജ്യൂസ് ചേർക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ആലോവേറയുടെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുള്ള ആലോവേറ ജെൽ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച രീതിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മിക്സി ബൗളിനകത്ത് അടിച്ച് കൊണ്ടുവന്നിട്ട് അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക കേട്ടോ. അതൊരു 5-6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇരിക്കും തോറും ഇതിൻ്റെ കളർ ചെറിയ രീതിക്ക് വീണ്ടും ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 മണിക്കൂറോ അല്ലെങ്കിൽ 4-5 മണിക്കൂറോ കഴിഞ്ഞിട്ടൊന്ന് കളർ ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു ദിവസം പുറത്ത് വെച്ചിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോവേറയുടെ ജ്യൂസിൻ്റെ കളറിൽ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നാച്ചുറലായിട്ട് പ്യുവറായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആലോവേറ ജെല്ല് കേട്ടോ. നമ്മുടെ ആലോവേറ ജെല്ലിനകത്ത് നമ്മൾ കുങ്കുമപ്പൂ കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ആലോവേറ ജെല്ല് മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആലോവേറ ജെല്ല് നല്ല രീതിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പകൽ സമയങ്ങളിലും രാത്രിയൊക്കെ ഉപയോഗിക്കാം. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ടും. പിന്നെ നമുക്കിടെ ഒരു പ്രശ്നമാണ് പിമ്പിൾസ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിമ്പിൾസ് പോകാനായിട്ടും ഈ ഒരു ആലോവേറ ജെല്ല് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വലിയ പിമ്പിൾസ് ആണെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് റിമൂവ് ആക്കാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് ലുക്ക് തരാനായിട്ടും ഈ ഒരു ആലോവേറ ജെല്ല് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇതുപോലെ അങ്ങ് വീട്ടിലൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വയ്യ, ബുദ്ധിമുട്ടാണ്, ടൈം ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാഫ്രോൺ ആലോവേറ ജെൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ഓർഡർ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഇനി അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.